തെരഞ്ഞെടുപ്പ് ചർച്ചകളാൽ പ്രവാസ ലോകവും സജീവമാണ്. 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 5 ദിവസത്തോളം നീണ്ടുനിന്ന ചെറിയ പെരുന്നാളിന്റെ അവധി ദിനങ്ങൾ അവസാനത്തോടടുക്കുമ്പോൾ കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് ചർച്ചകളാൽ സജീവമാകുകയാണ് പ്രവാസി ലോകവും. ആദ്യ ദിനത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി മഴയെത്തിയതോടെ പെരുന്നാൾ ആഘോഷങ്ങൾ വെട്ടിക്കുറച്ച മലയാളികൾ കൂട്ടം കൂട്ടമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ സമൂലമായ മാറ്റങ്ങൾ ഒരു പ്രവാസി എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തരത്തിലുള്ള സമൂലമായ മാറ്റങ്ങൾ അതിനൊരു തുടർച്ച വേണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ വരണം. പ്രവാസികൾക്കായി ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് ആണ് പ്രവാസികൾക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയം. കേരള സർക്കാരിൻ്റെ സമഗ്ര പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാണ് ഞാൻ. ആ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. ഒരു പ്രവാസി എന്ന നിലയിൽ പ്രവാസികൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. അതിനപ്പുറത്തേക്ക് നാട്ടിൽ ക്ഷേമ പെൻഷനുകൾ, ഏറ്റവും ഒടുവിൽ വീട്ടമ്മമാർക്കുൾപ്പെടെ വരെ പെൻഷനുകൾ നടപ്പിലാക്കിയ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു സർക്കാർ കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാരായിരിക്കും. അതിനുമപ്പുറത്തേക്ക് ഗെയിൽ വാതക പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ ദേശീയപാത വികസനം, വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ വൻകിട പദ്ധതികൾ മറ്റൊരു വശത്ത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും നേടിയ വലിയ വളർച്ചകൾ. അങ്ങനെ കേരളത്തിൽ സർവ്വതല സ്പർശിയായ എല്ലാ മനുഷ്യരെയും സ്പർശിക്കുന്ന വികസനം എത്തിച്ച ഒരു സർക്കാർ തുടരേണ്ടത്, ഇടതുപക്ഷ സർക്കാർ തുടരേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാൻ. കേരളത്തിൽ മുടക്കമില്ലാതെ നൽകുന്ന വാർദ്ധക്യകാല പെൻഷനും പുതിയതായി തുടങ്ങിയ വീട്ടമ്മമാർക്കുള്ള ക്ഷേമ പെൻഷനടക്കം ചർച്ചകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില പ്രവാസികൾ തങ്ങൾ പഠിച്ച വിദ്യാലയത്തിലെ പുരോഗതിയാണ് ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളുകളല്ല ഇന്ന് നിലവിലുള്ളത്. സ്കൂളുകളിലുണ്ടായിരുന്ന വിപ്ലവകരമായിട്ടുള്ള ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലുണ്ടായിരുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആയിട്ട് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ്സുകളായി മറ്റെല്ലാ ഫെസിലിറ്റികളും ഏത് തരത്തിലുള്ള പ്രൈവറ്റ് സ്കൂളിനോടും കെട്ടുപിടിക്കുന്ന സംവിധാനങ്ങളുമായിട്ട് നാരായണ ഗുരുവിനെ പോലുള്ളവർ പറഞ്ഞു വെച്ച അറിവാണ് ആയുധം എന്ന ഒരു ആശയത്തെ മുൻനിർത്തി കേരള സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകര മാറ്റങ്ങൾ LDF സർക്കാരിൻ്റെ 3ാം വരവിനെക്കുറിച്ച് യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല. കൂടാതെ ആരോഗ്യരംഗത്തെ പുരോഗതിയും ചർച്ചയിൽ ഇടം പിടിക്കുന്നു. വോട്ട് ചെയ്യുന്നതിനായി നാട്ടിൽ പോകാൻ പരിമിതികളുള്ള പ്രവാസികൾ സുഹൃത്തുക്കളെയും വീട്ടുകാരുമായി സംസാരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി വോട്ടഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുൻപന്തിയിലുണ്ട്. കേരളത്തിലെ ഇലക്ഷന്റെ ചൂട് പ്രവാസ ലോകത്തും സജീവമാണ്. ക്യാമറമാൻ റാലിഷിനൊപ്പം ഇക്ബാൽ മസ്കറ്റ്, കൈരളി TV, ഒമാൻ.